ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാൻ വാട്സപ്പ് മെസ്സേജസ് ബി ട്രീറ്റഡ് ആസ് എവിഡൻസ് ഇൻ ദ കോർട്ട്? കോടതികളിൽ വാട്സപ്പ് മെസ്സേജസ് ഒരു എവിഡൻസ് ആയിട്ട് കണക്കാക്കുമെന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 65B പ്രകാരം എല്ലാ ഇലക്ട്രോണിക് റെക്കോർഡ്സും, അതായത് സ്റ്റോർഡ് ആയിക്കോട്ടെ, കോപ്പീഡ് ആയിക്കോട്ടെ, പ്രിൻറ്റഡ് ആയിക്കോട്ടെ, ഇതൊക്കെ അഡ്മിസിബിളാണ്, ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് അഡ്മിസിബിളാണ്. അതായത് SMS വാട്സപ്പ് മെസ്സേജസൊക്കെ അഡ്മിസിബിളാണ്. പക്ഷേ അതൊരു സെക്കൻഡറി എവിഡൻസ് ആയിട്ട് മാത്രമാണ് അഡ്മിസിബിളായിട്ട് കണക്കാക്കുന്നുള്ളൂ. പ്രൈമറി എവിഡൻസ് ആയിട്ട് അത് കണക്കാക്കുന്നില്ല. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പെസിഫിക് സിറ്റുവേഷനിൽ മാത്രമാണ് അത് റിലയബിളായിട്ട് കണക്കാക്കുന്നുള്ളൂ. പക്ഷേ പ്രൈമറി എവിഡൻസ് എല്ലാ സമയത്തും റിലയബിൾ ആയിട്ടുള്ളൊരു എവിഡൻസ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡറി എവിഡൻസ് മാത്രമാണ്. പിന്നെ സെക്ഷൻ 88 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറയുന്നുണ്ട്, സെൻഡേഴ്സ് ഐഡൻറ്റിറ്റി ഒക്കെ നമ്മൾ തന്നെ പ്രൂവ് ചെയ്യണം, അല്ലാതെ കോടതി ഒരിക്കലും ഇത് പ്രസ്യൂം ചെയ്യുകയില്ല. ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഭാരതീയ സാക്ഷി അധിനിയത്തിലും സെക്ഷൻ 63(4)(c) ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ സെക്ഷൻ 65B ഒരു ഡെഡിക്കേറ്റഡ് സെക്ഷൻ ആയിരുന്നെങ്കിൽ ഇത് സെക്ഷൻ 63(4)(c) അത് ജസ്റ്റ് സ്ട്രീം ലൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ലീഗൽ നോളജിനായി ഈ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.